കാഞ്ഞങ്ങാട് നിന്ന് നമ്മൾ നേരെ വിട്ടത് പടനക്കാടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വളകാപ്പ് കൂടാൻ വേണ്ടിയിട്ടായിരുന്നു. നേരത്തെ തന്നെ വീട്ടിലെത്തണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എണീക്കാൻ നല്ല രീതിക്ക് ലേറ്റായി. അങ്ങനെ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് ഞാനും ഇച്ചും കൂടി പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങി. കല്ലൂരാവി എത്തി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വീടെത്തി. അങ്ങനെ വീട് തപ്പിപ്പിടിച്ച് എത്തിയിട്ട് നേരെ അവനെ വിളിച്ചു, നമ്മൾ മുമ്പിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് നമ്മളെ സായം ഇറങ്ങി വന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാരിൽ ഒരാൾ. ഇത് രണ്ടാമത്തെ ആള് സാകേത്. ഇവർ ട്വിൻസ് ആണ്. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിള്ളേരോട് കമ്പനിയിലടിച്ച് നേരെ അങ്ങ് ഉള്ളിൽ കയറിയതും ഈ ഒരു ഐറ്റം കണ്ടു. പണ്ട് വെഡിങ് ഫോട്ടോഗ്രാഫിലും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ലൈറ്റ് ആണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ക്യൂട്ട് അമ്മമ്മേനെ കണ്ടു. പിന്നെ വർത്താനം പറഞ്ഞിരുന്നു. രാവിലെ ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയോണ്ട് നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഇച്ചുവിന് നോമ്പാന്ന്. അപ്പോൾ ഇവൻ കാണാണ്ട് നൈസായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എനിക്കൊരു കമ്പനിക്ക് ഞാൻ ഇവനെയും പിടിച്ചിരുത്തി. നോമ്പില്ലവരെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവൻ കാണാണ്ട് ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചതാണ്. പക്ഷേ ഇവൻ പൊക്കി. കാഞ്ഞങ്ങാട് പോയിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തുടങ്ങി. പോയാൽ പിന്നെ നമ്മളായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നൈസായിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു പരിപാടി ഞാൻ സിനിമയിലും വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇച്ചുവിൻ്റെ വീട്ടിലെത്തി.